നമ്മളിൽ പലരും നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ റാൻഡമായിട്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴും എന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ? ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ എപ്പോഴും വരൂ. ഇങ്ങനത്തെ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും പല സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഫ്രീക്വൻസിയിൽ ഹിഡൻ ആണ്. അതിനാദ്യം നമ്മുടെ ഫ്രീക്വൻസി എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഫ്രീക്വൻസി കൺസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ ബിലീഫ്സ്. നമ്മൾ നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ബിലീഫ്സ് ആണ് നമ്മുടെ മൈൻഡിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്നെക്കൊണ്ട് ഇപ്പൊ എന്താ ഈ വേൾഡിൽ ഇപ്പോൾ ഉള്ള ഒരു റാൻഡം ബിലീവാണ്, ഇപ്പോ ആർട്ടിസ്റ്റ് ഒക്കെ ഇപ്പോ വർക്ക് ചെയ്താൽ നമുക്കൊന്നും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അങ്ങനെ ഒരു ബിലീവ് ഉണ്ട് ആർട്ടിസ്റ്റിന്. അപ്പൊ ആ ഒരു ബിലീഫ് വെച്ച ഒരാൾക്ക് എപ്പോഴും ആ റിയാലിറ്റിയെ കിട്ടൂ. അതുകൊണ്ടാണ് ബിലീഫ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. അടുത്തതെന്ന് പറയുന്നത് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമുക്ക് ഒരു കാര്യത്തിനോട് ഒരു ഡിസൈർ റിയാലിറ്റി ഉള്ള ടൈമിൽ നമ്മളിപ്പോ അതിന് അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളോട്ട് അറ്റൻഷൻ മാറ്റാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ അവെയർ ആയിരിക്കുക. ഡെയിലി, ഡേ ബൈ ഡേ, ഓരോ ദിവസവും, മന്ത്, വീക്ക്ലി, എല്ലാ ദിവസവും നമുക്ക് വേണ്ട കാര്യത്തിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡിസൈർ റിയാലിറ്റി ഇപ്പോൾ ഒരു കാർ വാങ്ങുവാണ്, നമ്മളിപ്പോ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളെപ്പോഴും അതിൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് അറ്റൻഷൻ. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഐഡന്റിറ്റിയാണ്. പലരും ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ഓൾഡ് ഐഡന്റിറ്റിയിലായിരിക്കും, ഓൾഡ് ഫ്രീക്വൻസി നിറഞ്ഞിരിക്കുന്ന ഇമോഷൻസ്. ഇപ്പോ നമുക്ക് ആ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഓൾഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി അത് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും അവെയർ അല്ല. നമ്മൾ ഈ വേൾഡിൽ വന്ന ടൈമിൽ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് നമ്മുടെ വേൾഡിൽ നിന്ന് കിട്ടിയ കുറെ ഐഡന്റിറ്റീസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഐഡന്റിറ്റിയാണ് ഈ ഓൾഡ് ഐഡന്റിറ്റി. നമുക്ക് എങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അതൊക്കെയാണ് ഈ ഓൾഡ് ഐഡന്റിറ്റി. അപ്പോൾ നമ്മുടെ ഡിസൈർ റിയാലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓൾഡ് ഐഡന്റിറ്റിയെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുക എന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പൊ കാരണം ഓൾഡ് ഐഡന്റിറ്റിയെ റിജക്ട് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ട്രൂ ആയിട്ടുള്ള ഇന്നർ സോൾഫുൾ ആയിട്ടുള്ള കാര്യം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എപ്പോഴും ഇപ്പൊ ഓൾഡ് ഐഡന്റിറ്റി ഉള്ള ആൾക്കാരുടെ ബേസിക് കാര്യമാണ്, എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവൻ എപ്പോഴും ചിന്തിക്കും, ഷടാ ഇയാൾ എന്ത് ചിന്തിക്കും, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ അവരൊക്കെ എന്നെ ആ ഒരു പെർസ്പെക്റ്റീവിലല്ലേ കാണുന്നത്, ഈ ആൾക്കാർ എന്നെ ഇങ്ങനെയല്ലേ കാണുന്നത്. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആ ഓൾഡ് ഐഡന്റിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. നമ്മളെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്ന ലോ ഫ്രീക്വൻസി ഇമോഷൻസ് നൽകുന്ന ഓൾഡ് ഐഡന്റിറ്റി. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കംപ്ലീറ്റ്ലി ഓൾഡ് ഐഡന്റിറ്റി റിജക്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമുക്കത് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. നാലാമത്തെ കാര്യമാണ് ഇമോഷണൽ ചാർജ്. നമുക്കറിയാം ഈ ഒരു ഇമോഷണൽ ചാർജ് എന്ന് പറയുന്നത് വളരെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ചാർജ്. നമ്മുടെ ഹാർട്ടിൽ നിന്നാണ് ഇമോഷൻ പ്രൊഡ്യൂസ് ആവുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഹാർട്ട് ഇൻ ഇമോഷൻ അല്ല, ഇമോഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ ആണ്. സോ ഹാർട്ട് എന്ന് പറയുന്നത് 100x ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൻ കമ്പയർഡ് ടു ബ്രെയിൻ. അതുകൊണ്ടാണ് പറയുന്നത് ഇമോഷൻസും തോട്ടും കൂടെ കമ്പൈൻ ചെയ്യണം. കാരണം ഇമോഷൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും പവർഫുൾ. അപ്പൊ ഇമോഷൻസും നമ്മൾ ഒരിക്കലും തോട്ട്സ് മാത്രം വെക്കാം, ഇമോഷൻസ് മാത്രം വെക്കാതെ എന്തുകൊണ്ട് നമുക്കത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്തോളൂ. അവിടെയാണ് ഇമോഷണൽ ചാർജ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യം വരുന്ന കാര്യമാണ് ഇമോഷണൽ കൺവിക്ഷൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊന്നും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും നടക്കുന്നില്ല, മാനിഫെസ്റ്റേഷൻ വിടും, നമ്മുടെ ലൈഫിലെ ബേസിക് കാര്യങ്ങൾ പോലും ജനറലി നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ ടൈമിലും ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ അതിന് ഇമോഷണൽ കൺവിക്ഷൻ കൊടുക്കുകയാണ്. കാരണം ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ
റിപ്പീറ്റഡ് വൈബ്രേഷൻസ് എന്നാണ്, റിപ്പീറ്റഡ് എനർജി സിഗ്നേച്ചേഴ്സ്. അപ്പൊ ഓരോ തവണയും നമ്മൾ ഇങ്ങനെ ഇതെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾ അതിന് ഇമോഷണൽ കൺവിക്ഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്ടൻസി ആണ്. എക്സ്പെക്ടൻസി ക്രിയേറ്റ്സ് റിയാലിറ്റി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എത്രത്തോളം ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഇമോഷണൽ കൺവിക്ഷൻ കീപ്പ് ചെയ്യുന്നു, നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുവാണ്. നമുക്കിപ്പോ അഫർമേഷൻസ് അറിയാം, വിഷ്വലൈസേഷൻസ് അറിയാം, വിഷൻ ബോർഡ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ കാട്ടി ഏറ്റവും പവർഫുൾ ആണ് നമ്മുടെ എക്സ്പെക്ടൻസി. അത് നമ്മുടെ അഡ്വാൻറ്റേജിന്, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സ്പെക്ടൻസിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ബോക്സറിനെ ഇമാജിൻ ചെയ്യാം. ഒരു ബോക്സർ ഒരു ഓപ്പണന്റുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ആ ബോക്സറെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ഈ ഓപ്പണന്റ് എങ്ങനെയൊക്കെയാണ് എന്നെ പഞ്ച് ചെയ്യാൻ പോകുന്നത്. ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ടു എക്സ്പെക്ട് ആൻഡ് ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. അപ്പൊ പുള്ളി ഇപ്പോ എക്സ്പെക്ട് ചെയ്യുവാണ്, പുള്ളി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്, ഇത് എങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇയാൾ എന്റെ ഫേസിൽ പഞ്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതൽ. അപ്പൊ പുള്ളിക്ക് അത് അറിയാം, ഈ പുള്ളി എന്റെ ഫേസിലാണ് പഞ്ച് ചെയ്യുന്നത്. സോ പുള്ളിക്ക് അത് ബ്ലോക്ക് ചെയ്തപ്പോ എന്താ, പുള്ളിയെ ഡിഫെൻഡ് ചെയ്യുവാണ്. അപ്പൊ പുള്ളിയുടെ ഡിസൈർഡ് റിയാലിറ്റി അവിടെ നടന്നു. കാരണം എന്താണ്, അവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തു, നമ്മൾ ആ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നിന്നായിരിക്കും വരുന്നത്. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, നമ്മൾ അറിയുന്നു. നോയിങ് ആണ് ഇവിടെ കീവേഡ്. പലർക്കും തെറ്റുപറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നോയിങ്ങും ബിലീവിങ്ങും തമ്മിൽ കൺഫ്യൂസ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫെയ്ത്ത്. ബിലീവിങ്ങിന്റെ വേറൊരു വേർഡാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ഫീഡസ്. അതിൽ നിന്നാണ് ഫെയ്ത്ത് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഫീഡസിന്റെ മീനിങ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് എന്നാണ്, അഥവാ സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ. അതാണ് ഫെയ്ത്തിന്റെ മീനിങ്. സോ ഇപ്പൊ ഈ വേൾഡിൽ ഫെയ്ത്തിനെ പറ്റി സെൽ ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ദി അൺസീൻ. ഞാനും ഇനീഷ്യലി ഈ ഒരു കാര്യത്തെ പറ്റി, ഫെയ്ത്ത് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്ന ടൈമിൽ ഞാനും അതേപോലെ ഒരു ടൈമിൽ ഇങ്ങനെ അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലാണ്ട് ഇപ്പൊ ലൈഫ് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കൺട്രോളല്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഞാനും ആ ഒരു മേ ബി അൺസീൻ ആയിട്ടുള്ള ഇതിൽ പോകണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതല്ല. 6.8 ബില്യൺ ആൾക്കാരാണ് ഈ വേൾഡിലുള്ളത്. പക്ഷെ ആർക്കും ഫെയ്ത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ ഇപ്പോഴും അറിയത്തില്ല. ഫെയ്ത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി എന്താണോ, വാട്ട് ഇസ് സീൻ, നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിലാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ കീപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം, ഫെയ്ത്തിന്റെ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് ഫീഡസ് ആണ്. ഫീഡസിന്റെ മീനിങ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. സോ കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ പറ്റി അറിയണം. സോ നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയെ പറ്റി നമുക്ക് അറിയാം. ഓക്കെ, ഇത് സംഭവിക്കുന്നു. അവിടെ ഞാൻ പറയുന്നത് നോയിങ്, അറിയാം, ഇത് സംഭവിക്കും എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അതേസമയം ഫെയ്ത്ത് ഇൻ ദി അൺസീൻ നമ്മൾ നോക്കുവാണെങ്കിൽ, എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മളിപ്പോ കാണാത്തൊരു കാര്യത്തിൽ നമുക്ക് സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ കീപ്പ് ചെയ്യാം. പക്ഷെ അവിടെ വരുന്ന 2 പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിൽ ഡൗട്ട് സ്പൈക്ക് ചെയ്യും. രണ്ടാമത്തെ കാര്യം നമുക്കൊരു ഭയം തോന്നും. ദൈവമേ, ഇതിപ്പോ എന്തായിരിക്കും അവസ്ഥ, ഇത് നടക്കുമോ, ഇത് നടക്കില്ലേ. അതാണ് ഫെയ്ത്ത് ഇൻ ദി അൺസീന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അവിടെ ഡൗട്ടും ഫിയറിനും ചാൻസ് വരുവാണ്, വിച്ച് ബോത്ത് ആർ ലോ ഫ്രീക്വൻസി ഇമോഷൻസ്. അപ്പൊ അത് നമുക്ക് അനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് നൽകുന്നില്ല, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിക്ക് അനുസരിച്ച്. സോ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സീനിലാണ്, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി എന്താണോ അതിൽ സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ഫെയ്ത്തിന്റെ യഥാർത്ഥ അർത്ഥം. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് ആണ് മാനിഫെസ്റ്റേഷൻ മസിൽ. അത് ആക്ച്വലി നമ്മൾ വേറൊരു വീഡിയോയിലാണ് പറയാൻ പോകുന്നത്. പക്ഷെ ബ്രീഫ് ആയിട്ട് ഞാൻ ജസ്റ്റ് പറയാം, ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിക്കും.
മാനിഫെസ്റ്റേഷൻ മസിൽ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ ഈ ജിമ്മിൽ പോകുന്ന പോലെയാണ്. ഒരു ന്യൂ കമ്മർ ഇപ്പൊ ജിമ്മിൽ വരുന്ന ടൈമിൽ ആദ്യം തന്നെ പോയിട്ട് അയാൾക്ക് ഹെവി വെയിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഞ്ചറി സംഭവിക്കും. അതല്ലെങ്കിൽ അയാൾക്കത് പറ്റില്ല. കാരണം അയാളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് ഇല്ല ആ ഹെവി വെയിറ്റ് ആദ്യമേ പോയി എടുക്കാൻ. അയാളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉള്ളത് എന്താ? അയാൾ ആ ലോവസ്റ്റ് വെയിറ്റ്, ആ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എടുക്കുമ്പോഴാണ് അയാളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വരുന്നത്. അയാൾക്ക് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസിലെ മസിലും. സോ നമ്മൾ പലരും സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ കീപ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, അതിൽ നമ്മുടെ സബ് കോൺഷ്യസ് അതിന് എത്ര കോൺഫിഡൻസ് ലെവലാണ് കൊടുക്കുന്നതെന്ന് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ വിഷൻ നമ്മുടെ മൈൻഡിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇന്റൻസ്ലി ഇമാജിൻ ചെയ്യും ആ വിഷനെ പറ്റി. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് റിയാലിറ്റി ആക്കണം. ഒരിക്കലും നമ്മൾ ആ ഇമാജിനേഷനിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക, ഇന്റൻസ് ആക്കുക എന്നതല്ല. റിയാലിറ്റി പരമായിട്ടുള്ള കാര്യം നമ്മൾ നമ്മുടെ മൈൻഡിൽ, റിയാലിറ്റിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഇന്റൻസ് ആയിട്ട് നമ്മൾ ആ കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. അപ്പൊ പലർക്കും തെറ്റുപറ്റുന്നത് അതാണ്. ആദ്യമേ അവർക്ക് കോൺഫിഡൻസ് അത്രയും ഇല്ലാത്ത, അവർക്കൊരു ഡൗട്ട് സ്പൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഗോൾ അവർ സെറ്റ് ചെയ്ത് അതിൽ സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ കീപ് ചെയ്യുമ്പോൾ അത് നടക്കില്ല. കാരണം ഫിയറും ഡൗട്ടും അവരുടെ ഉള്ളിൽ സ്പൈക്ക് ആവുകയാണ്. അതേസമയം അവർക്ക് കോൺഫിഡന്റ് ഉള്ളൊരു ടാർഗറ്റ് അവർ ഫോക്കസ് ചെയ്ത് അത് അവര് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ അത് വളരെ റിയൽ ആയിട്ട് നടക്കുന്ന രീതിയിൽ ഇമാജിൻ ചെയ്യുവാണെങ്കിലാണ് അത് നടക്കുന്നത്, ആ ഇമോഷൻ സ്പൈക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അതാണ് മാനിഫെസ്റ്റേഷൻ മസിൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് കോൺഫിഡൻസ് അഥവാ സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ എന്നാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും അതാണ്. നമ്മൾ കോൺഫിഡൻസ്, നമുക്കറിയാം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് എന്താണോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഹെവി ആയിട്ടുള്ള കാര്യത്തിലല്ല ആദ്യമേ നമ്മൾ പോയി ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരെ നാച്ചുറലി വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ വളരെ നോർമലൈസ് ചെയ്ത് ഇരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്കത് വളരെയധികം ഈസി ആയി തുടങ്ങി. നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ്ലി നമുക്ക് ഈസിയാണിത്. ആ കാര്യം നടക്കില്ലായിരിക്കുമേ, ഇതെനിക്ക് തോന്നുന്നു വലിയ കാര്യം. നമുക്ക് നാച്ചുറലി, നമ്മൾ ഒരിക്കലും നാച്ചുറലി ഇപ്പൊ നല്ലതാണ്, ആ ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് ഈസിയർ ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഈ വേൾഡ് എന്ന് പറയുന്നത് നമ്മളെ കണ്ടീഷനിങ്ങും പ്രോഗ്രാമിങ്ങും ട്രെയിനും ചെയ്തിരിക്കുന്നത് വേഴ്സ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാനാണ്. മെയിൻ ആയിട്ട് ആൾക്കാർ 2 റീസൺസ് കാരണമാണ് വേഴ്സ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്നും അവർക്ക് വളരെയധികം ഫ്രസ്ട്രേഷൻസ്, ഡിസപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരത് വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നു. സെക്കൻഡ് റീസൺ, ഈ വേൾഡിലെ ആൾക്കാർ അവർക്ക് നമുക്ക് ഓരോരോ ഐഡിയാസ് നൽകുന്നു. ഇത് നീ ചെയ്യ, അത് ചെയ്യ്, ഇതാണ് നല്ലത്, അതാണ് നല്ലത് പറഞ്ഞ് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നില്ല. ഇതിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് റീസൺ എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും പാസ്റ്റിൽ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസും ഡിസപ്പോയിന്റ്മെന്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു എക്സാമ്പിൾ എടുക്കണം. നമുക്കിപ്പോ അറിയാം, നമ്മളിപ്പോ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ആഗ്രഹിക്കുമല്ല ഈ സ്വിച്ച്, അയ്യോ ഈ സ്വിച്ച് ഒന്ന് ആയിട്ട് ലൈറ്റ് ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല ആലോചിക്കുന്നത്. നമുക്ക് അറിയാം, വി നോ, നമ്മൾ ആ സ്വിച്ച് നിൽക്കിയാൽ ലൈറ്റ് എന്തായാലും ഓൺ ആവും. അതുപോലെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. നമ്മൾ ഒരിക്കലും ഇപ്പോ എനിക്കത് വേണമായിരുന്നു, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നല്ല നമ്മൾ ഒരിക്കലും പറയേണ്ടത്. നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, നമ്മുടെ പ്രസന്റ് ഫ്രീക്വൻസി, നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എന്താണോ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സോ ഈ പാസ്റ്റ് ആയിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ്സും ഫ്രസ്ട്രേഷൻസും, പാസ്റ്റിൽ എനിക്ക് അത് സംഭവിച്ചായിരുന്നു, അപ്പൊ നമ്മൾ അതേ കാര്യം പിന്നെയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, അതെനിക്ക് അന്ന് സംഭവിച്ചു, ഇത് തന്നെ ഇപ്പൊ പിന്നെയും സംഭവിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുക. പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ആ ഇമോഷൻസ് സ്പൈക്ക് ചെയ്യുന്നു, അത് എക്സ്പെക്ട് ചെയ്യുന്നു. അതേപോലത്തെ സർക്കംസ്റ്റൻസസും ആൾക്കാരും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ലൂപ്പ് പോലെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ എക്സ്പെക്ടൻസി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് കൺവിക്ഷൻ കീപ് ചെയ്യുകയാണ്.
അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്നതല്ല. പ്രസന്റിൽ നമ്മൾ ഓൾറെഡി അതായിരിക്കണം. നമുക്ക് വേണ്ട ഇമോഷൻ സ്പൈക്ക് ചെയ്യുക, ആ റിയാലിറ്റി നമ്മുടേതാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഡിസൈൻ റിയാലിറ്റി എന്താണോ അത്. അല്ലാണ്ട് പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിന് ആ പവർ നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ പാസ്റ്റ് എക്സ്പീരിയൻസസ് ജയിക്കുന്നത്. ആ ലോ ഫ്രീക്വൻസി അതേ പവർ നമ്മൾ നമുക്ക് കൊടുക്കുക. നമ്മളെ കൊണ്ട് അത് പറ്റും, നമുക്ക് എന്താണോ വേണ്ടത് ആ പവർ എനിക്കുണ്ടെന്ന് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ആ ഹാർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിന് ആ പവർ കൊടുക്കാതിരിക്കുക. ഇതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഈ വേൾഡ് നമുക്ക് സെൽ ചെയ്യുന്ന ഐഡിയാസ് ആണ്. കാരണം പല ആൾക്കാർക്കും പല ഐഡിയാസ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഡിസൈൻ റിയാലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടേതായിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കേട്ടിട്ടാണ് ചെറുതിലേക്ക് ഇപ്പൊ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും അവൻ അവന്റെ ലോകത്താണ്. ആ ഒരു കാര്യം അതായിരിക്കണം ഒരു ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വ്യക്തി ചെയ്യേണ്ടത്. കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ നമ്മളെ അറിയാവുന്നത് നമുക്ക് തന്നെയാണ്. അതിപ്പോ നമ്മുടെ എന്തായാലും മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും നമ്മുടെ എന്തും, നമ്മുടെ കോൺഫിഡൻസസ്, നമ്മുടെ വീക്ക്നെസ്സസ് എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ അത് അറിയുന്നത് നമ്മളാണ്. ആൾക്കാർക്ക് ഇപ്പൊ ഒപ്പീനിയൻസ് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അസംഷൻസ് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തോന്നുവാണ് നമ്മളെ കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇനീഷ്യലി നമ്മൾ പതുക്കെ ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ആകാൻ പറ്റുമെന്ന് നമ്മൾ മൈൻഡിൽ വിശ്വസിക്കുന്നു. പക്ഷെ ഒരാൾ പെട്ടെന്ന് റാൻഡമായിട്ട് വന്നിട്ട് പറയുകയാണേ നിന്നെ കൊണ്ട് ഇത് പറ്റത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മുടെ ബിലീവിനെ കറപ്റ്റ് ചെയ്യുവാണ്. അപ്പൊ അയാൾക്ക് നമ്മുടെ ബിലീഫ്, നമ്മുടെ ഇന്റേണലിനെ കറപ്റ്റ് ചെയ്യാനുള്ള പവർ എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു? കാരണം നമ്മൾ വേൾഡിൽ നമ്മൾ ആ ഒരു ഇത് കൊടുക്കുന്നതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ഒരിക്കലും അതിന് അറ്റൻഷൻ കൊടുക്കാതെ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ ഐഡിയാസിന് അറ്റൻഷൻ കൊടുക്കുന്നു. ഒരിക്കലും ഇതിലൂടെ ഞാൻ പറയുന്നത് ആൾക്കാർ നമുക്ക് ഒപ്പീനിയൻസ് തരുന്നത് അല്ലെങ്കിൽ പല ആൾക്കാർ പറയുന്നതൊക്കെ മോശമാണെന്നല്ല, അതിലൊരു നെഗറ്റീവ് ചാർജസ് അസോസിയേറ്റ് ചെയ്യാനല്ല. ഡെഫിനറ്റ്ലി അത് നല്ലതാണ് നമ്മളടക്കം ചോദിക്കുന്നതൊക്കെ. പക്ഷേ ഏറ്റവും നന്നായി നമ്മളെ അറിയാവുന്നത് നമ്മൾ തന്നെയാണ്. സോ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ജനറലി നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഒരു വ്യക്തി നമ്മളടുത്ത് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരാൾ നമ്മളടുത്ത് വന്ന് നിന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം അവിടെ കറക്റ്റ് ആവുകയാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷനെ അത് എഫക്റ്റീവ് ആണ്. നമ്മുടെ ഡിസൈൻ റിയാലിറ്റി അത് എഫക്റ്റീവ് ആണ്. കാരണം എന്താണ്? നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വേൾഡിൽ നിൽക്കുന്നില്ല. നമ്മുടെ ബിലീഫ്സ്, നമുക്ക് എന്തിനാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അതിലൊന്നും നമ്മൾ കൊടുക്കാതെ നമ്മൾ ആ ആൾക്കാരിലേക്ക് പോവാണ്. നമ്മൾ അതിന് അത്രയും പവർ കൊടുക്കുന്നു. അവര് പറഞ്ഞ ഏതോ ഒപ്പീനിയൻ, അവര് പറഞ്ഞ ഏതോ ബിലീഫിന് നമ്മൾ അത്രയും കൺവിക്ഷൻ കൊടുക്കുന്നു. അപ്പൊ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം നമുക്ക് വേണ്ട ഡിസൈർ റിയാലിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ബിലീഫിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ലഭിക്കാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പൊ അവർ പറയുന്നത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുവാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഇതെന്ന് പറയുന്നത് ബൈബിളിലെ പ്രൊഫറ്റ് എലൈജ എന്ന് പറയുന്ന പ്രൊഫറ്റിന്റെ ഒരു സ്റ്റോറിയാണ്. ഇതെന്ന് പറയുന്നത് അവരുടെ ആ ഒരു ടൈമിൽ അവിടെ ഒരു ഡ്രോട്ട് സംഭവിച്ചു. അപ്പൊ ആ ഡ്രോട്ട് സംഭവിച്ച ടൈമിൽ അവിടെ വാട്ടർ ഇല്ല, പ്ലാന്റ്സ് ഒന്നും ഗ്രോ ചെയ്യുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോ പ്രൊഫറ്റ് എലൈജ അവിടുത്തെ കിങ്ങിന്റെ അടുത്ത് പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മണ്ണൊക്കെ കുഴിച്ചിട്ടോ, മഴ എന്തായാലും പെയ്യുന്നു. കാരണം അവിടെ ഇതുവരെ മഴയോ ഒരു സൈൻ പോലും ഇല്ല. മഴ പെയ്യുന്നു, വാട്ടർ വരുന്നു, ഒന്നും അറിയില്ല. പക്ഷേ പ്രൊഫറ്റ് എലൈജ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അവിടെ മണ്ണ് കുഴിച്ചിടാൻ പറഞ്ഞു. അപ്പൊ ഈ കിങ് പ്രൊഫറ്റ് എലീജ പറയുന്ന കേട്ട് കിങ് അയാളുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, പോയി ആ മണ്ണ് കുഴിച്ചിട്ടോ, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈൻ പോലും ഇല്ലാതെ ആ ഒരു കുഴിച്ചിട്ട കുഴിയുടെ അകത്ത് വെള്ളം നിറഞ്ഞു. പ്രൊഫറ്റ് എലീജ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫറ്റ് എലീജ മൗണ്ടനിന്റെ മേളിൽ പോയി ഗോഡിന്റെ അടുത്ത് പ്രേ ചെയ്തു. ആ ഒരു മൗണ്ടനിന്റെ മേളിൽ പോയിരുന്നതൊക്കെ എസോട്ടറിക്കലി അത് ഉദ്ദേശിക്കുന്നത് സോളിറ്റ്യൂഡ് ആണ്, ഒറ്റയ്ക്ക്. കാരണം പ്രൊഫറ്റ് എലൈജ ഒറ്റയ്ക്കാണ് പോയത്. സോളിറ്റ്യൂഡിൽ ഗോഡ് കോൺഷ്യസ്നസ്, ഗോഡിന്റെ അടുത്ത് പ്രേ ചെയ്തു. അപ്പൊ ഗോഡ് ഒരു സൈൻ പോലും ഇല്ലാതെ ആ വെള്ളം നിറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരത് എക്സ്പെക്ട് ചെയ്തു, അതിൽ വെള്ളം വന്നിരിക്കും, എന്തൊക്കെ ഡ്രോട്ട് സംഭവിച്ചാലും ഒരു സൈൻ പോലും ഇല്ലെങ്കിലും അത് വന്നിരിക്കും എന്ന് അവർ എക്സ്പെക്ട് ചെയ്തു. എന്നിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ആ കിങ് സോൾജേഴ്സിനെ അവിടെ കൊണ്ടുപോയി, അവിടെ പോയിട്ട് ആ കുഴിച്ചിട്ടു. അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് അവിടെ റെഡിയായി. എന്ന് വെച്ചാൽ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും അവർ എക്സ്പെക്ട് ചെയ്തു. അവർക്ക് എന്ത് ഡിസൈൻ റിയാലിറ്റി ആണോ വേണ്ടത് അതിനുവേണ്ടി അവർ എക്സ്പെക്ട് ചെയ്തു, അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വെള്ളം നിറഞ്ഞു. അപ്പൊ അതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മുടെ പാസ്റ്റിൽ പലതരത്തിലുള്ള എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാകാം, ഫ്രസ്ട്രേഷൻസ്, ഡിസപ്പോയിന്റ്മെന്റ്സ്, എന്തും. പക്ഷേ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമുക്ക് വേണ്ട ഡിസൈൻ റിയാലിറ്റി എന്താണ്, നമ്മൾ അതിൽ ഫുൾ എക്സ്പെക്ടേഷൻ വെക്കുക, അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസൈർ റിയാലിറ്റി ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കും. താങ്ക് യു.